ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ ആയി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വീട്ടിൽ ആഹാരമൊന്നും വയ്ക്കുന്നില്ല, കുക്കിംഗ് വീഡിയോ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം നമ്മുടെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ മട്ടൻ സൂപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. അത് ശിവാനിക്ക് ഇഷ്ടമുള്ള പോലെ വെജിറ്റബിൾ ചേർക്കും, ഒരുപാടൊക്കെ ചേർക്കുന്നവരുണ്ട്. ഞാനും ചേർക്കാറുണ്ടായിരുന്നു. വെജിറ്റബിളൊക്കെ ചേർത്താൽ ഞാൻ തന്നെ നുള്ളിപ്പറക്കി കഴിക്കേണ്ടി വരും. ശിവാനി അതൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഇന്ന് മട്ടൻ സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് സൂപ്പിൻ്റെ മട്ടൻ്റെ എല്ലും മണ്ടയും അങ്ങനെ കുറച്ച് ഐറ്റംസ് സൂപ്പിനായിട്ട് ചോദിക്കുമ്പോൾ തന്നെ തരാം. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കുറച്ചൊരു തിക്നെസ് കിട്ടാനായിട്ട് ഗ്രേവി ഒന്ന് തിക്കാവാനായിട്ട് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ ഒരു കലത്തിലാണ് നമ്മൾ സൂപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ മട്ടൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. കല്ലുപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി നമ്മൾ കുറച്ച് കൂടുതലിടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് അത്രയും ഇത് മൂന്നിരട്ടി വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് ഒരൊറ്റ അതായത് 3 ഗ്ലാസ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് ആക്കി എടുക്കണം. ആ ഒരു കണക്കിനാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ എങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ. അപ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ ശിവാനിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മേലെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം സൂപ്പ്. അപ്പോൾ ശിവാനിക്ക് കൊടുക്കുവാണേ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇനി ഈറ്റിംഗ് ടൈമാണ്. ബൈ.